എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒരുപാട് പേര് എന്നോട് ചോദിച്ച ഒരു സാധനമാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല കിഡിലൻ, ഒരു അടിപൊളി ഈസി ആയിട്ട് മേക്ക് ചെയ്യാൻ പറ്റിയ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഫിഷ് ബിരിയാണിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് നല്ല നെയ്മീൻ അല്ലെങ്കിൽ ഐക്കൂറ, സീർ ഫിഷ് എന്നൊക്കെ പറയുന്ന നമ്മുടെ നെയ്മീനാണ് എടുത്തിട്ടുള്ളത്. നല്ല ഫ്രഷ് മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നെയ്മീനാണ് ബിരിയാണി ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ളത്. അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താൻ മറക്കണ്ട. എപ്പോഴും നമ്മുടെ ഫിഷ് ബിരിയാണി ഉണ്ടാക്കാനായിട്ട് നല്ല ഇത് ഐക്കൂറയോ അല്ലെങ്കിൽ ആവോലിയോ പോലത്തെ മീനാണ് എപ്പോഴും നല്ലത് കേട്ടോ. അതാണ് ഏറ്റവും ടേസ്റ്റ്. നല്ല അടിപൊളിയായിരിക്കും അതിലുണ്ടാക്കി കഴിഞ്ഞാൽ. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാവുന്ന, നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഉണ്ടാക്കുന്ന തരം കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങളിൽ നിങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ചേർത്ത് ഉണ്ടാക്കുമെങ്കിൽ അത് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, നമ്മൾ മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. മീൻ നമ്മൾ ഡാൻ കട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ചില ആൾക്കാർ ക്യൂബ് കട്ടും ചെയ്യാറുണ്ട്, പക്ഷെ നമ്മളിന്ന് ഡാൻ കട്ടായിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയെടുക്കണം. നമ്മൾ കഴുകിയിട്ടില്ല, ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ടുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇനി ഇത് നമ്മൾ എടുത്തേക്കുന്നത് ആ മീനിൻ്റെ തലയുടെ ഭാഗവും മുള്ളും ഒക്കെയാണ്. ഇത് നമുക്ക് സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടാണ്, ബിരിയാണിക്ക് വേണ്ടിയിട്ട്. അതിനാണ് നമ്മൾ ഇത് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ലൈമും വിനെഗറും സോൾട്ടും ഇട്ട് നന്നായിട്ട് നമുക്ക് വാഷ് ചെയ്തെടുക്കാം. അപ്പോഴാണ് ഇത് നല്ല ക്ലിയർ ആവുക. കംപ്ലീറ്റ് മീനും നമുക്ക് ഇതുപോലെ ഇങ്ങനെ വൃത്തിയാക്കി എടുക്കാം കേട്ടോ. നല്ല വൃത്തിയായിട്ട് ലൈമും അതുപോലെ തന്നെ നമ്മുടെ വിനെഗറും സോൾട്ടും ഒക്കെ ഇട്ട് നന്നായിട്ട് മീറ്റ് നന്നായിട്ട് വൃത്തിയാക്കാം. ആക്കി ഇതുപോലെ നല്ല ക്ലീൻ ആക്കി എടുക്കണം. പിന്നെ അതുപോലെ തന്നെ അറിയാമല്ലോ, നെയ്മീനിൻ്റെ തോല് കളയാൻ പറ്റാത്തതുകൊണ്ട് പുറം തോല് നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് ഉരച്ച് കളയണം, അല്ലെങ്കിൽ ഉലുമ്പിൻ്റെ സ്മെല്ലുണ്ടാവും. അതുപോലെ തന്നെ ലൈമും വിനെഗറും സോൾട്ടും ചേർത്ത് നന്നായിട്ട് വാഷ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഉലുമ്പ് മണം ഉണ്ടാകാതിരിക്കില്ല. ചിലർക്ക് ഈ ഉലുമ്പ് മണം ഇഷ്ടമാവില്ല. ബിരിയാണിയിൽ അത് ഭയങ്കരമായിട്ട് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതില്ലാണ്ട് വേണം നമ്മൾ കഴുകിയെടുക്കാൻ. നല്ല നീറ്റായിട്ട് നമ്മൾ കഴുകി നല്ല വൃത്തിയായിട്ട് എല്ലാ കഷ്ണങ്ങളും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് കഴുകി തന്നെ അതിൻ്റെ എല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഫിഷ് ബിരിയാണിയുടെ റൈസ് വേവിക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റോക്ക് എടുക്കാൻ വേണ്ടിയിട്ടുള്ള നമ്മൾ കട്ട് ചെയ്ത് വെച്ചത് നമ്മൾ അങ്ങനെ തന്നെ വാഷ് ചെയ്തെടുത്തു. നമുക്ക് സ്റ്റോക്ക് എടുത്ത് നമ്മൾ അതിൽ റൈസ് വേവിക്കുന്നത് ഏറ്റവും ബെറ്ററാണ്. കാരണം നമുക്ക് ആ ഫിഷ് ബിരിയാണിയുടെ ഫ്ലേവർ നമുക്ക് ആ റൈസിൽ കിട്ടും. അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്ലേവർ ചിലപ്പോൾ കുറച്ച് കുറവായിരിക്കും. അപ്പോൾ ഇതുപോലെ സ്റ്റോക്ക് എടുത്തിട്ട് അതിൽ റൈസ് വേവിച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് നമുക്ക് അതിൻ്റെ ഫ്ലേവർ കിട്ടും. ഇനി സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ആണ് നമ്മൾ തയ്യാറെടുക്കുന്നത്. ഞാൻ റൈസ് എത്രയാണോ അതിൻ്റെ ഒരു ഇരട്ടി വെള്ളം കൂടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2 കപ്പ് എക്സ്ട്രാ എടുത്തിട്ടുണ്ട്. അത് നമ്മൾ സ്റ്റോക്ക് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരണം. ഒരു അരമണിക്കൂർ ഇരുന്ന് 2 ബേ ലീഫ് ഇട്ടു, ഒരു 4-5 ഏലക്ക ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മളതിന് വേണ്ടിയിട്ടുള്ള ബാക്കിയുള്ള സാധനങ്ങളും ഇട്ട് കൊടുക്കണം. പിന്നെ ഇടുന്നത് ഗ്രാമ്പൂ ആണ് ഇടുന്നത്. പിന്നെ ലൈം വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. പിന്നെ ആവശ്യത്തിന് നമുക്ക് സ്റ്റോക്കിൽ ആദ്യം വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം, അല്ലെങ്കിൽ നമുക്ക് പിന്നെ വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. മീൻസ് റൈസ് ഇടുന്നതിന് മുമ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മൾ ഈ സ്റ്റോക്ക് ഇടുന്ന സമയത്ത് ഞാൻ ആദ്യം ഉപ്പ് ചേർക്കാറില്ല, ദെൻ പിന്നെ ഉപ്പ് ചേർക്കാറുള്ളൂ. പിന്നെ അതുപോലെ തന്നെ കുറച്ച് സവാള സ്ലൈസ് ചെയ്തതും ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന ഫിഷും ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിന് നന്നായിട്ട് ഒരു അരമണിക്കൂറെങ്കിലും ഈ ഫിഷ് ഇതിൽ കിടന്ന് നന്നായിട്ട് തിളച്ച് നന്നായിട്ട് ആ സ്റ്റോക്ക് നമുക്ക് റെഡിയായി കിട്ടണം കേട്ടോ. ഒരു കഷ്ണം പട്ടയും നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫിഷ് ആദ്യം ഒന്ന് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഒരു 1.5 സ്പൂൺ ഗാർലിക് ജിഞ്ചർ പേസ്റ്റ് ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് സോൾട്ട്, ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലിയാണേ. കാശ്മീരി ചില്ലി ഞാനൊരു 3 സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കുരുമുളക് 1 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. മീനിന് ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് നമ്മളതിൻ്റെ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ ഒരു കുറച്ച് വെളിച്ചെണ്ണയും മാത്രം മതി. കാരണം മീനിലും ഓൾറെഡി വെള്ളമുണ്ട്, ഒരു ഈർപ്പമുണ്ട്. അപ്പോൾ അത് കാരണം നമുക്ക് ആ ഒരു മസാല ഇതിലേക്ക് പറ്റി പിടിച്ചിരിക്കാനായിട്ട്
നമുക്ക് എക്സ്ട്രാ വെള്ളം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിൽ തന്നെ നമുക്ക് മിക്സ് ചെയ്ത് ഓരോ പീസും നമുക്ക് നന്നായിട്ട് പുരട്ടി എടുത്ത് വയ്ക്കാൻ പറ്റും. കാരണം നമ്മളെപ്പോഴും നെയ്മീൻ എടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം പൊട്ടി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിത് ഡാൻ കട്ടാണെങ്കിൽ കൂടി നന്നായിട്ട് അത്യാവശ്യം ഇച്ചിരി കനത്തിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പെട്ടെന്ന് പൊടിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളാദ്യം ഓരോ മീനായിട്ട് എടുത്ത് നന്നായിട്ട് മസാല പിടിപ്പിച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് പൊട്ടിപ്പോയില്ല. നമ്മളെല്ലാ മീനും കൂടി ഒരുമിച്ച് അതിലേക്ക് മസാല ഇട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ തീരെ പൊട്ടിപ്പോവരുതെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ ഇപ്പോൾ ക്യൂബ് കട്ട് ചെയ്ത് കഴിഞ്ഞാലും പൊട്ടിപ്പോവാൻ ചാൻസസ് ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പുരട്ടി എടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് നന്നായിട്ട് മസാലയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. നമ്മളതൊരു അര അല്ലെങ്കിൽ ഒരു 3/4 മണിക്കൂർ, നമ്മൾ 30 മിനിറ്റ് അല്ലെങ്കിൽ 45 മിനിറ്റെങ്കിലും നമ്മൾ ഈ ഫിഷിൽ ഈ മസാല പുരട്ടി വച്ചേക്കണം. കാരണം അതിൽ ഈ മസാല നന്നായിട്ട് ഒന്ന് പിടിച്ച് നല്ല ഉപ്പും മുളകും മഞ്ഞളൊക്കെ നന്നായിട്ട് പിടിച്ചൊന്ന് നല്ലൊരു സെറ്റായി വരണം. അതിന് വേണ്ടി നമ്മൾ അത്രയും സമയം നമ്മൾ മാറ്റി വയ്ക്കണം. ചെയ്യാൻ വേണ്ടി വെച്ചേക്കുന്നത് ഇത് കിടന്ന ആ ഫിഷിൻ്റെ സത്തൊക്കെ നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ ഇറങ്ങി കിട്ടണം. നമ്മളൊരു അരമണിക്കൂർ സമയമെങ്കിലും ഇത് വെന്ത് ആ വെള്ളം കുറച്ച് വറ്റണം. നമുക്ക് ആവശ്യത്തിന് റൈസിന് വേണ്ടിയിട്ട് മാത്രമുള്ള വെള്ളം മതി. അപ്പോൾ കുറച്ച് നേരം കിടന്ന് ഇതിലോട്ട് ആ എല്ലാ സത്തും ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരണം. അതിനനുസരിച്ച് ആണ് ഇട്ടേക്കുന്നത് കേട്ടോ. ആ സത്ത് കംപ്ലീറ്റ് ഇതിലോട്ട് ഇറങ്ങി വരണം. അപ്പോൾ തീ കുറച്ചിട്ട് നമ്മൾ അതിൻ്റെ സൂപ്പ് കംപ്ലീറ്റ് നമ്മളിങ്ങനെ എടുക്കുകയാണ്. നമ്മൾ ഫിഷ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവർക്ക്, സൺഫ്ലവറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് സൺഫ്ലവർ ഉപയോഗിക്കാം. പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്നത് വന്നിട്ട് വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അത് കരിഞ്ഞെടുക്കുന്ന തരത്തിലേക്ക് ഫിഷ് ഫ്രൈ ചെയ്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഒരു ലൈറ്റായിട്ടുള്ള തരത്തിൽ നമുക്ക് മൂത്ത് കിട്ടിയാൽ മതി. ഇപ്പോൾ എണ്ണ നമുക്കിപ്പോൾ കുറച്ച് 1.5 കിലോയുടെ മീനാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കിട്ടണമെങ്കിൽ കുറച്ച് എണ്ണ കുറച്ച് കൂടുതൽ വേണം. അപ്പോൾ ഞാൻ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ഞാൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ട്. ഫിഷ് വളരെ ചെറു തീയിൽ കിടന്ന് വേണം കേട്ടോ നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. എന്ന് വെച്ചാൽ ഒരുപാട് കരിയണ്ട, ഒരു മീഡിയം വേവ് ആയാൽ മതി. നമ്മൾ സാധാരണ നോർമലി നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യുന്ന പോലെ നമുക്ക് ഒരുപാട് ഫ്രൈ ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. ഒരു മീഡിയത്തിൽ നമുക്ക് ഫ്രൈ ചെയ്ത് കിട്ടിയാൽ മതി. അതിനനുസരിച്ച് വെന്താൽ മതി. ഒരു സൈഡ് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഒരുപാട് നേരം, കാരണം ഈ മീനിന് ഒരുപാട് വേവില്ല. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഒരു ബ്രൗൺ ഷെയ്ഡ് ആവും, ലൈറ്റ് ഒരു ബ്രൗൺ ഷെയ്ഡ് ആകുമ്പോൾ ഒന്ന് ഇതായി വന്നാൽ മതി. ആ ഒരു തരത്തിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്നത് കേട്ടോ. ഒരു ബ്രൗൺ ഷെയ്ഡ് ആയാൽ മതി. തിരിച്ചിട്ട് കൊടുക്കാം. നമുക്ക് ഒരുപാട് മൂക്കേണ്ട ആവശ്യമില്ല. പിന്നെ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടത് കഷ്ണം നമ്മൾ പൊട്ടിപ്പോവാതെ തന്നെ നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. കാരണം ഈ മീൻ ഒരുപാട് മീറ്റ് വന്നിട്ട് സോഫ്റ്റ് ആണല്ലോ. അപ്പം നമ്മൾ ഒരുപാട് നേരം അത് കുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പം നമുക്ക് ആവശ്യമുള്ള ഒരു തരത്തിലേക്ക് കുക്കായിട്ടുണ്ട്. അപ്പം നമുക്ക് ഇത്രയും മതി. നമ്മൾ നോർമലി ഫിഷ് ഫ്രൈ ഉണ്ടാക്കുന്ന പോലെ അത്രയും ഒരു മൂപ്പ് വേണ്ട. ഈ ഒരു തരത്തിൽ നമ്മൾ ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ആ ഒരു തരത്തിലാണ് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുള്ളത് കേട്ടോ. നമ്മൾ ഈ ഒരു തരത്തിലാണ് ഫിഷ് കുക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. നോർമലി നമ്മൾ എടുക്കുന്ന പോലെ അത്രയും ഒരു ഡീപ്പ് ഫ്രൈ ആവശ്യമില്ല. ഫിഷ് ബിരിയാണിക്ക് നമ്മൾ ഒരു ഡീപ്പ് ഫ്രൈ എടുക്കണ്ട. നമുക്ക് ഈ ഒരു തരത്തിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുത്താൽ മതി. എല്ലാം നമുക്കിങ്ങനെ ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഈ ഡാൻ കട്ട് ചെയ്യുന്ന സമയത്ത് കുറച്ച് തിക്കായിട്ട് കട്ട് ചെയ്യണം കേട്ടോ. കാരണം നമ്മൾ വളരെ തിന്നായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. കാരണം സോഫ്റ്റ് മീറ്റാണ് നമ്മുടെ നെയ്മീനിൻ്റെ, അല്ലെങ്കിൽ ഐക്കൂറ, പല സ്ഥലത്ത് പല പേരാണ് പറയുന്നത് നെയ്മീൻ. അപ്പോൾ അവിടെയൊക്കെ എന്ത് പേരാണ് പറയണതെന്ന് പറയണം കേട്ടോ. അപ്പോൾ ഈ ഒരു തരത്തിലൊരു ഫ്രൈ മതി, ഡീപ്പ് ഫ്രൈഡ് ആവശ്യമില്ല. ഇതാണ് നമുക്ക് വേണ്ടിയിട്ട് ഫിഷ് ബിരിയാണിക്കുള്ളൊരു ഫൈൻ ഫ്രൈ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്. അപ്പോൾ വളരെയധികം മീറ്റ് വളരെയധികം സോഫ്റ്റാണ്, പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വളരെ നമ്മൾ കെയർഫുള്ളായിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ സവാള ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എണ്ണ ഒഴിച്ചു, കുറച്ച് നെയ്യ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ കുറച്ച് നെയ്യ് ചേർത്ത് കൊടുത്തു. ഇതിലാണ് നമ്മുടെ സവാളയും അതുപോലെ തന്നെ നമ്മുടെ
കാഷ്യൂനട്ടും മുന്തിരിയും ഒക്കെ നമ്മൾ മൂപ്പിച്ചെടുക്കുന്നത് നമ്മൾ ഈ എണ്ണയിലാണ്. അപ്പോൾ ആദ്യം നമുക്ക് സവാള സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന സവാള നമുക്ക് ചേർത്ത് കൊടുക്കാം. സവാള ഇടുമ്പോൾ നമ്മൾ സ്ലൈസ് ചെയ്ത് നൈസായിട്ട് സ്ലൈസ് ചെയ്താണ് കേട്ടോ. അതൊന്ന് ജസ്റ്റ് ഒന്ന് തിരുമി ഒന്ന് വിടുവിച്ചിട്ടിട്ട് കൊടുക്കുന്നത് നല്ലതായിരിക്കും. കുറച്ചായിട്ട് വറുത്തെടുക്കണം, ഒരുപാട് ഇടരുത്. കുറച്ചായിട്ട് നമുക്കത് കംപ്ലീറ്റ് നമുക്ക് വറുത്തെടുക്കാം. അതിലേക്ക് നമ്മൾ ഒരു പിഞ്ച് ഷുഗറും അതുപോലെ തന്നെ ഇച്ചിരി സോൾട്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഫൈനായിട്ടത് ഫ്രൈ ചെയ്ത് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇച്ചിരി ഷുഗറും സോൾട്ടും ആഡ് ചെയ്യുന്നത്. സവാള നമുക്കിങ്ങനെ ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോഴത്തേക്ക് നമ്മൾ മാറ്റണം, അല്ലെങ്കിൽ ഒരുപാട് കരിഞ്ഞു കഴിഞ്ഞാൽ സവാള ചൊയ്ക്കും. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ഗോൾഡൻ നിറമാകുമ്പോഴത്തേക്ക് നമ്മൾ കംപ്ലീറ്റ് നമ്മൾ കോരിയെടുക്കണം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ആ സവാള നമുക്ക് ചൊയച്ചു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു ഗോൾഡൻ കളറായാൽ മതി. അങ്ങനെ നമ്മൾ കംപ്ലീറ്റ് നമ്മൾ ഇതുപോലെ തന്നെ മൂപ്പിച്ചെടുക്കും ഈ എണ്ണയിൽ നെയ്യ്. നമുക്ക് വേണ്ട കാഷ്യൂനട്ട് വറക്കാനായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. കാഷ്യൂനട്ടും അതുപോലെ തന്നെ മുന്തിരിയും ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ആ ഒരു എണ്ണയിൽ തന്നെയാണ് നമ്മൾ, ആ നെയ്യിലും എണ്ണയിലും തന്നെയാണ് നമ്മളത് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ചെറിയ തീയിൽ നമുക്ക് ലൈറ്റായിട്ടൊന്ന് കാഷ്യൂനട്ടും ആ ഗ്രേപ്സും ഒന്ന് ലൈറ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൂക്കാണ്ട് തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് നമുക്ക് കോരി മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഫിഷിൻ്റെ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിൻ്റെ പാർട്സ് എല്ലാം കൂടി വെച്ചിട്ട്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് വാട്ടറാണിത്. നമ്മൾ ഇപ്പോൾ 4 കപ്പ് റൈസ് എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ 7 കപ്പ് വെള്ളമാണ് വയ്ക്കുന്നത്. നമ്മൾ 1 കിലോ റൈസ് ആയത് കാരണം നമ്മൾ അതിൻ്റെ ഇരട്ടി വെള്ളത്തിൻ്റെ കുറച്ചിട്ട് 4 കപ്പ് റൈസിന് നമ്മൾ 7 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്, സ്റ്റോക്ക് വാട്ടർ. അപ്പോൾ അതിൽ നമ്മൾ വേറെ ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അതിന് വേണ്ട സോൾട്ടും പിന്നെ അതുപോലെ തന്നെ റൈസും. വെള്ളം നന്നായിട്ട് തിളച്ചതിന് ശേഷം റൈസ് ചേർത്ത് കൊടുക്കാം. റൈസ് ഇടാനുള്ള വെള്ളം തിളച്ചിട്ടുണ്ട്. നമ്മളിതിൽ വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. നമ്മൾ ഓൾറെഡി നേരത്തെ സോക്ക് ഉണ്ടാക്കിയ സമയത്ത് നമ്മൾ സ്പൈസസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ ഇതിൽ വേറെ സ്പൈസസ് ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ അതിൽ നമ്മൾ കൈമ റൈസാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. കൈമ റൈസാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ റൈസ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ബിരിയാണി ഉണ്ടാക്കേണ്ട ബിരിയാണി ചെമ്പ് ചൂടായിട്ടുണ്ട്. അപ്പം നമ്മൾ അതിലൊഴിക്കുന്ന ഓയിൽ നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ഉണ്ടാക്കിയ ആ ഒരു ഓയിലാണ് കേട്ടോ നമ്മൾ ഇതിന് എടുക്കുന്നത്. ആ ഒരു ഓയിലാണ് അരിച്ചാണ് നമ്മൾ എടുത്ത് വെച്ചേക്കുന്നത്. ആ ഓയിലാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അതിലേക്ക് നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച സവാള ഒരു 5 ഉണ്ട്. സവാള ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. 5 സവാള ക്രഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഈ ഒരു ഓയിലിൽ ചെയ്യുമ്പോൾ എന്താ കാര്യം വെച്ചാൽ ആ ഫിഷിൻ്റെ ശരിക്കും മണവും നമ്മൾ ഫിഷ് ഇതിലാണല്ലോ നമ്മൾ വറുത്തെടുത്തത്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും ഒക്കെ കിട്ടാൻ ഫിഷ് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ആ ഓയിൽ തന്നെ നമ്മൾ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. നമ്മൾ ആ ഒരു ഓയിലാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നന്നായിട്ട് ആ പച്ചമണം മാറി നന്നായിട്ട് വഴണ്ട് വരട്ടെ. വഴണ്ട് പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഓയിലാണ് എടുത്തുകൊണ്ട് നമുക്ക് ശരിക്കും എക്സാക്റ്റ് കളർ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ നമുക്കിതിൽ നമ്മൾ ഡയറക്റ്റ് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് കളറ്. മറ്റേ ഓയിലിൻ്റെ കളറായതുകൊണ്ട് വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും കൂടി ഒന്ന് ചതച്ചൊതുക്കി എടുത്തതാണേ. അത് ചേർത്ത് കൊടുത്തു. നല്ല പച്ചമണം മാറുന്നവരെ അത് വഴറ്റി കൊടുക്കാം. നല്ല പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റി കൊടുക്കാം കേട്ടോ. നല്ല പച്ചമണം മാറി നല്ല ഫൈനായിട്ട് വരണം.
തക്കാളി ഇട്ട് കൊടുക്കുന്നുണ്ട്. തക്കാളി ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില, നന്നായിട്ടൊന്ന് പച്ചമുളകൊക്കെ മാറി നല്ലതായിട്ടൊന്ന് പേസ്റ്റായി നല്ല ഒരു മണം വരുന്നുണ്ട്. ഇത് തന്നെ നമ്മളെ ഒരു ഓയിലൊക്കെ അതാണല്ലോ എടുത്തേക്കുന്നത്, അപ്പോൾ നേരം നല്ലൊരു മണം വരുന്നുണ്ട്. സോ നല്ല ചോറ് നമ്മൾ വച്ചിരുന്നത് വെള്ളമെല്ലാം വറ്റി നല്ല കറക്റ്റായിട്ട് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറ് ഒരു 10 മിനിറ്റ് സമയം നമ്മൾ അടച്ചു വെക്കാം കേട്ടോ. തുറന്നൊന്നും ഓപ്പണൊന്നും ചെയ്ത് നോക്കാതെ നന്നായിട്ടൊരു 10 മിനിറ്റ് നമുക്ക് ഈ ചോറ് അടച്ചു വെച്ചേക്കാം. തീ ഓഫ് ചെയ്ത് അടച്ചു വെക്കാവേ. നമുക്ക് 1 സ്പൂണ് ഗരം മസാല ചേർത്ത് കൊടുക്കാം കേട്ടോ. 1 സ്പൂൺ ഗരം മസാല, അതുപോലെ തന്നെ 1/4 സ്പൂണ് സാജീരകം പൊടിച്ചത്. ട്രിവാൻഡ്രത്തൊക്കെ സാജീരകം എന്നാണ് പറയുന്നത്. ചെറിയൊരു മധുരമുള്ളൊരു ജീരകമാണ്. നമ്മുടെ നോർമൽ ജീരകവും പെരുംജീരകവും അല്ല, സാജീരകം പൊടിച്ചത് 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തേ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ സവാള നേരത്തെ നല്ല വറുത്ത് വെച്ചിരുന്നല്ലോ, അതൊന്ന് ഞെരടി ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അതിലോട്ട് കുറച്ചെടുത്ത് അത് ചേർത്ത് കൊടുത്തു. നന്നായിട്ടത് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഇതിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. ഉപ്പ് ചേർത്ത് കൊടുത്തു. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ കശകശയാണ് കേട്ടോ. ഈ കശകശ എന്ന് പറയുന്ന സാധനമാണ് നമ്മൾ ബിരിയാണിയിലൊക്കെ നമ്മൾ മസാലയിലൊക്കെ കാണുന്നില്ലേ കശകശ, ആ കശകശയാണ്. കശകശയും നമ്മൾ അതുപോലെ തന്നെ കാഷ്യൂനട്ട്, ഒരു 50 ഗ്രാം കാഷ്യൂനട്ടും ഈ കശകശ നമ്മൾ വെള്ളത്തിലിട്ട് കുറച്ച് സമയത്ത് കുതിർത്താണ് നല്ല ഫൈൻ പേസ്റ്റ് ആക്കി നമുക്ക് അരച്ചെടുക്കാം. 50 ഗ്രാം കാഷ്യൂനട്ടും എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആ കശകശയോടൊപ്പം അരച്ചെടുക്കാം. അരച്ചെടുക്കുമ്പോൾ നല്ല എന്താ പറയുക, നമുക്ക് ഫൈൻ പേസ്റ്റ് ആക്കി വേണം അരച്ചെടുക്കാനേ. 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി ചേർത്ത് നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാവേ. തൈര് ചേർത്ത് കൊടുക്കാവേ. ഞാൻ 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. തൈരൊക്കെ ഒഴിച്ച് നല്ല ഇതായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി കാഷ്യൂനട്ടും അതുപോലെ തന്നെ കശകശയും കൂടിയിട്ട് പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കാം. ഇത് നമുക്ക് ബിരിയാണിയിലെ ടേസ്റ്റ് കൂട്ടും. പലപ്പോഴും നമ്മൾ സാധാരണ കാണുന്ന ഫിഷ് ബിരിയാണികളേക്കാൾ കുറച്ചുകൂടി നമുക്ക് ബെറ്ററായിട്ട് ടേസ്റ്റ്, നല്ലൊരു ബെറ്റർ ടേസ്റ്റ് നമുക്ക് കിട്ടും. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അതുപോലെ ഒരുപാട് സ്പൈസി അല്ല, കുട്ടികൾക്കെല്ലാം കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് നമ്മളിത് മേക്ക് ചെയ്യുന്നത്. അല്ല കുറച്ചുകൂടി സ്പൈസി ആയിട്ടാണെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ച് സ്പൈസസ് കൂടി ആഡ് ചെയ്ത് നല്ല സ്പൈസി ആക്കാം. നല്ല ഒരു ഫ്ലേവറും കാര്യങ്ങളും ഒക്കെ വരുന്നുണ്ട്. നമ്മൾ കാഷ്യൂനട്ട് ഇട്ടതും പിന്നെ അതുപോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളും എല്ലാം കൂടെ ആയിട്ട് നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ഫ്ലേവറായിട്ട് തന്നെ അതിലോട്ട് നമ്മൾ നേരത്തെ സ്റ്റോക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്ത ഫിഷിൻ്റെ പാർട്സ് ഉണ്ടല്ലോ, അതുകൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. വേണമെന്നുള്ളവർക്ക് ചേർക്കാം, വേണ്ടാത്തവർക്ക് ചേർക്കണ്ട. നമ്മൾ ആ പാർട്സ് കൂടെ എടുക്കുന്നുണ്ട്, കാരണം നല്ല മീനിൻ്റെ ആണല്ലോ. അപ്പോൾ നമ്മൾ ആ പാർട്സ് കൂടെ എടുത്തിട്ട് ചേർക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് മല്ലിയില, കുറച്ച് പുതിനയില ഇട്ട് കൊടുക്കുന്നുണ്ട്. മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റമായ ഫിഷാണ് നമ്മുടെ മെയിൻ ഐറ്റമായ ഫിഷ് നമുക്ക് ഇതിലോട്ട് നിരത്തി കൊടുക്കാം.
കണ്ടില്ലേ, കുറച്ച് നമ്മൾ ഇത് ചെയ്തെടുത്തത് കാരണം അങ്ങനെ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. അപ്പോൾ നമ്മൾ ഫിഷ് കംപ്ലീറ്റ് നമുക്കിങ്ങനെ നിരത്തി കൊടുക്കാം മസാലയിലേക്ക്. നല്ല മസാലയിലേക്ക് നല്ല ഗുഡ് ഫ്ലേവർ വരുന്നുണ്ട്, നല്ലൊരു ഗുഡ് ഫ്ലേവർ കിട്ടുന്നുണ്ട്. ഇപ്പം നമ്മൾ കുറച്ച് മസാല വേണമെങ്കിൽ അത് കോരി എടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്ക് മീൻ ആഡ് ചെയ്തിട്ട് അതിൻ്റെ പുറത്തേക്ക് മസാല ഫില്ല് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ മീൻ പൊടിയാതെ തന്നെ കുറച്ചൊരു സൈഡിലേക്ക് നീക്കിയിട്ട് ആ മസാല മീനിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഏത് തരത്തിലാണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ വേണമെങ്കിൽ ഒരു സൈഡിലേക്ക് മീൻ മാറ്റിയിട്ട് അതിൻ്റെ ഒരു മുകളിലേക്ക് നമ്മുടെ തവ കൊണ്ട് തന്നെ നമുക്ക് മസാല കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. റൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ, കാരണം നമ്മൾ വലിയ പാത്രമായത് കാരണം റൈസ് നമുക്ക് ഇതിലോട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. അത് നമ്മൾ റൈസ് വേവിക്കുമ്പോൾ എപ്പോഴും ഒരു 1/4 വേവ് മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. കാരണം നമ്മൾ ഇതിലേക്ക് ഫിഷിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ ചെറുതീയിൽ വേവിക്കണം. അതുപോലെ തന്നെ ചെറുതീയിൽ വേവിച്ച് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂറെങ്കിലും നമ്മൾ ദമ്മിനുള്ളിൽ ആ റൈസ് ഇരിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ആ ഫ്ലേവറും അതുപോലെ തന്നെ ആ ബിരിയാണിയുടെ കറക്റ്റ് ആ ഒരു ഒതൻറ്റിക് ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ നമ്മൾ റൈസ് കംപ്ലീറ്റ് ആയിട്ട് വേവിച്ച് കഴിഞ്ഞാൽ ബിരിയാണി വല്ലാണ്ട് ഒട്ടിപ്പോവുകയും അതുപോലെ തന്നെ ബിരിയാണി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ടേസ്റ്റിനപ്പുറം വേറൊരു ടേസ്റ്റായിട്ട് മാറിപ്പോവും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ബിരിയാണിയുടെ എക്സാക്റ്റ് ടേസ്റ്റ് കിട്ടണമെങ്കിൽ റൈസ് നമ്മളെപ്പോഴും ഒരു 1/4 ഭാഗം മാത്രമേ വേവിക്കാൻ പാടുള്ളൂ. എപ്പോഴും വെള്ളം ചേർക്കുമ്പോഴൊക്കെ അങ്ങനെ തന്നെ കറക്റ്റായിട്ട് ചേർക്കണം. നമ്മളതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ ഫിഷ് ഫ്രൈ ചെയ്ത ഓയിലിൻ്റെ കുറച്ച് ഇത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ ഒരു കളർ ഷെയ്ഡ് നമുക്ക് കിട്ടാനായിട്ട് ഞാനതിൻ്റെ ഒരു സ്പൂൺ ഓയിൽ ഞാനതിൻ്റെ പുറത്തേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. അത് ഓപ്ഷണലാണ്, നമുക്ക് വേണമെങ്കിൽ ചേർക്കാം, വേണ്ടെങ്കിൽ ചേർക്കണ്ട. അപ്പം നമുക്ക് കുറച്ച് കളറൊക്കെ വേണം എന്നുള്ളതൊക്കെ ഒരു ആഗ്രഹം കൊണ്ട് കുറച്ച് കളർഫുള്ളായിട്ടൊക്കെ ഇരിക്കട്ടെ എന്ന് കരുതി ആ ഒരു ഓയിൽ തന്നെ കളറായിട്ട് ചേർത്ത് കൊടുത്തതാണ്. അല്ലാതെയുള്ള ഫുഡ് കളേഴ്സൊന്നും ചേർക്കണ്ടല്ലോ എന്ന് വെച്ചിട്ട് അത് ചേർത്ത് കൊടുത്താണ്. അത് വേണമെങ്കിൽ ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചേർക്കണ്ട. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിരുന്ന സവാള ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്ത് കൊടുത്തു. കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കാഷ്യൂ നട്ട്സും മുന്തിരിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു. നെയ്യാണ് കേട്ടോ, നെയ്യ് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ഒഴിക്കാം, വേണ്ടെങ്കിൽ ഞാൻ കുറച്ച് നന്നായിട്ട് നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ബിരിയാണി എന്ന് പറയുമ്പോൾ നെയ്യാണല്ലോ, ഞാൻ കുറച്ച് കൂടുതൽ നെയ്യ് ചേർത്ത് കൊടുത്തു. ഇനിയാണ് നമ്മൾ ദമ്മിടാനായിട്ട് പോകുന്നത് കേട്ടോ. ദമ്മിടാനായിട്ട് പോകുന്നത് നമ്മൾ ആദ്യത്തെ ഷീറ്റ് ക്ലോസ് ചെയ്തു, ഇത് ആദ്യത്തെ ഷീറ്റും ക്ലോസ് ചെയ്തു. ഇനി ഒരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇരിക്കണം. 10 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. നമ്മുടെ ബിരിയാണി ചെമ്പ് അങ്ങോട്ട് പൊട്ടിക്കാൻ പോവുകയാണ് കേട്ടോ. നല്ല ഫിഷ് ബിരിയാണി ചെമ്പ് അങ്ങോട്ട് എടുക്കുകയാണേ. ഹായ്, എന്താണ് 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 അടിപൊളി ആയിട്ടുണ്ട് കേട്ടാ. ഇവിടുന്ന് നമ്മൾ ഒരു സൈഡിൽ നിന്ന് അങ്ങോട്ട് ചോറ് അങ്ങോട്ട് വകഞ്ഞ് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ. നമ്മൾ ഇതൊക്കെ ഇട്ടോണ്ട് ഇതൊക്കെ ഇങ്ങോട്ട് നോക്കിയേ, മസാല നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. ഈ സൈഡിൽ നിന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കുമ്പോഴത്തേക്ക് ഇങ്ങനെ ഇവിടെ മസാല കാണുന്നുണ്ടാ. ഫിഷൊക്കെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇവിടുന്ന് കുറച്ച് ചോറ് നമുക്ക് ഇങ്ങനെ മാറ്റിക്കളയാം. ചോറ് ഈ സൈഡിൽ നിന്ന് മാറ്റുന്നുണ്ടേ. ഹായ്, ആ ഫിഷൊക്കെ നന്നായിട്ട് കണ്ട കിട്ടി, അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ടോ? ആ ഫിഷൊക്കെ ഇങ്ങനെ ഇതായിട്ട് ആ മസാലയൊക്കെ സെറ്റായി, നമ്മുടെ വെള്ളമൊക്കെ കറക്റ്റ് സെറ്റായിരുന്നു. നമുക്ക് ഇനി അത് സെറ്റ് ചെയ്യാം. ബിരിയാണി അങ്ങോട്ട് പ്ലേറ്റിലോട്ട് മറിക്കുകയാണ് കേട്ടോ. വാ, ഫിഷ് ബിരിയാണി റെഡിയായി. നല്ല സൂപ്പർ ഫിഷ് ബിരിയാണിയാണ് കേട്ടോ, അടിപൊളി ഫിഷ് ബിരിയാണിയാണ്, നല്ല ടേസ്റ്റുള്ള ഫിഷ് ബിരിയാണി എന്ന് പറയുമ്പോൾ നല്ല ഫിഷൊക്കെ നല്ല ഇതായിട്ട് നല്ല ടേസ്റ്റായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മീറ്റൊക്കെ നല്ല വെന്ത്
നല്ല എന്താ പറയുക, നമ്മുടെ ഫിഷ് എവിടെ പോയി? അയ്യോ അയ്യോ അയ്യോ, ഫിഷിനെ കാണുന്നില്ല. അതെ, കണ്ട ഫിഷൊക്കെ നല്ല വെന്ത് അത് നമുക്ക് പൊടിയാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ്. ആ ഫിഷൊന്നും നമുക്ക് കണ്ടോ പൊടിയാണ്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ആ മീറ്റൊക്കെ നല്ല വെന്ത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫിഷ് ബിരിയാണി. സ്മെല്ലൊക്കെ ഗുഡാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായം പറയാം കേട്ടോ. നമ്മുടെ ഫിഷ് ബിരിയാണി എന്തൊരു സ്മെല്ലാണ്. ഞാനൊരു പപ്പടം കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. അതിന്റെ മസാലയും ഒക്കെ ആയിട്ട് സോഫ്റ്റ് ആണ് ബിരിയാണി, ഭയങ്കര സോഫ്റ്റ് ആണ്. ആ മസാലയൊക്കെ ആയിട്ട് സോഫ്റ്റ് ബിരിയാണിയാണേ. ഉം ഉം ഒരു രക്ഷയില്ല, ഒരു രക്ഷയില്ലെന്ന് വെച്ചാൽ ഒരു രക്ഷയില്ല, സൂപ്പർ. റൈസൊക്കെ പാകമാണ്, ഒന്നിനൊന്നും തൊടാതിരിക്കാന്ന് പറയില്ലേ, അങ്ങനെ പാകമായിട്ട് വെന്തിട്ടുണ്ട്. മസാലയുടെ ഫ്ലേവറൊക്കെ ഭയങ്കരമാണ്. മീനിന്റെ ആ ഒരു കുത്തുന്ന ഒരു വല്ലാത്തൊരു സ്മെല്ലില്ല. മീനിന്റെ ആ ഒരു നമ്മൾ വേവിച്ചെടുത്ത വേവൊക്കെ വളരെ കറക്റ്റ് ആണ്. എല്ലാം കൊണ്ടൊരു സൂപ്പർ ഫിഷ് ബിരിയാണി അല്ല. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക. അപ്പൊ പുതിയ വീഡിയോ കാണാം. ബൈ. ഞാൻ കഴിച്ചിട്ട് വരട്ടെ.